Hello, Magic morning. magic morning to all. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നത്തെ ലോ ഓഫ് അട്രാക്ഷൻ എന്ന സെഷൻ എടുക്കുന്നത് നമ്മുടെ ക്ലാരിറ്റി ഹാബിറ്റ് ട്രാൻസ്ഫോർമേഷൻ കോച്ചും അതോടൊപ്പം തന്നെ നമ്മുടെ ബിഗ് മാജിക് ഫൗണ്ടർ ആൻഡ് ടാബിടെക് ഫൗണ്ടർ ആയിട്ടുള്ള സേഫ് വാളപ്രസാറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സെഷനിലേക്ക് കടക്കാം. അപ്പോൾ ഈ നല്ലൊരു സെഷൻ എടുക്കാൻ വേണ്ടി ഞാൻ സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. സേഫ് സർ, പ്ലീസ് വെൽക്കം സർ. Thank you, Gopika. Magic morning to all. So, നമ്മളെ 2024 ഏകദേശം 6 മാസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. 7ാമത്തെ മാസത്തില് സെക്കൻഡ് വീക്കിലാണ് നമ്മളുള്ളത്. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 55% ഈ വർഷത്തിന്റെ പിന്നിട്ടു എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഈ 2024 സെറ്റ് ചെയ്തിരിക്കുന്ന ഗോളുകളിൽ എവിടെ എത്തി എന്നുള്ളത് അനലൈസ് ചെയ്യേണ്ട സമയം കൂടെയാണ്. സോ 1500 ദിവസം അടുക്കാൻ പോവാണ് ബി മാജിക് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വലിയ ഒരു കാലഘട്ടമാണ്. ഏകദേശം 4 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ 5ാമത്തെ വർഷത്തിലേക്കൊക്കെ പ്രവേശിക്കാൻ പോവാം. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും അതിന് മുമ്പത്തെ ക്ലാസ്സിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ സംസാരിച്ചിട്ടുണ്ടായിരുന്നേ? ഇനിപടി ഫിറോസിന്റെ ജേണി, ഫിറോസിന്റെ ജേണി, ലോ ഓഫ് ഡെലിബറേറ്റ് ഇന്റന്റ്, ലോ ഓഫ് ഡെലിബറേറ്റ് ഇന്റന്റ് അല്ലെങ്കിൽ ലോ ഓഫ് ഡെലിബറേറ്റ് ക്രിയേഷനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ മനഃപൂർവ്വം അതിനെക്കുറിച്ച് ചിന്തിക്കാനും അതിലേക്ക് ഫോക്കസ് ചെയ്യാനും അതിലേക്കുള്ള ആക്ഷൻസ് എടുക്കാനും നമ്മൾ തയ്യാറാവണമെന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ ഒരു ബാക്കി എന്ന രീതിയിൽ ഇനി നമുക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങളാണ് ഇന്ന് ഉള്ളത്. സ്ക്രീൻ ഷെയറിംഗ് കാണാൻ പറ്റുന്നുണ്ടോ? ഇതിനുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ആണ് സർ. ലോ ഓഫ് അലോയിങ് നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യം ലോ ഓഫ് അലോയിങ് ആണ്. എന്താണ് ലോ ഓഫ് അലോയിങ്? നമ്മൾ പറഞ്ഞു ഒരു സിനാരിയോ പറഞ്ഞ ലോ ഓഫ് അട്രാക്ഷന്. ലോ ഓഫ് അട്രാക്ഷന് ശേഷം നമ്മൾ പറഞ്ഞ ഫിറോസ് ജേണിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫിറോസ് ആരാണ്? ഒരു IT പ്രൊഫഷനാണ്. അദ്ദേഹത്തിന്റെ ഇപ്പൊ ലൈഫിൽ സ്റ്റക്ക് ആയിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു ഫിലിം സ്റ്റാർ ആവണം എന്നുള്ളതാണ് ആഗ്രഹം. ഓക്കെ, അപ്പം ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം എന്താണ് ഇഷ്യൂ പറഞ്ഞു. ലോ ഓഫ് ഡെലിബറേറ്റ് ഇന്റന്റ് പ്രകാരം അയാൾക്ക് എന്താണ് ഇഷ്യൂ എന്ന് പറഞ്ഞു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലോ ഓഫ് അലോയിങ് ആണ്. എന്താണ് ലോ ഓഫ് അലോയിങ് എന്നുള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒരു വലിയൊരു ഏരിയയാണ്. ഇതൊരു വലിയ ഫ്രെയിം വർക്കാണ്. ലോ ഓഫ് അട്രാക്ഷൻ പല ആളുകൾക്കും അവരുദ്ദേശിക്കുന്ന രീതിയിൽ റിസൾട്ട് കിട്ടാത്തതിന് അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ ലോ ഓഫ് അലോയിങ് കറക്റ്റായിട്ട് ഉപയോഗപ്പെടുത്താത്തതാണ്. എന്താ വെച്ചാൽ ഈ ഒരു പ്രിൻസിപ്പിള് പറയുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ലെറ്റിംഗ് തിങ്സ് ബി ആസ് ദേ ആർ വിത്തൗട്ട് റെസിസ്റ്റൻസ്, ജഡ്ജ്മെന്റ് ഓർ നെഗറ്റീവ് ഇമോഷൻസ്. അതായത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ സംഭവിക്കേണ്ടതാണെന്നുള്ളത്. അതിന് നമ്മൾ റെസിസ്റ്റ് ചെയ്യേ, അതിനെ പ്രതിരോധിക്കേ, അതിനെ ജഡ്ജ്മെന്റ് ചെയ്യേ, അല്ലെങ്കിൽ അതിന് നെഗറ്റീവ് ഇമോഷൻസ് ഇല്ലാതിരിക്കുക ചെയ്യാന്നുള്ളതാണ്. പക്ഷെ ഇത് വളരെ 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 ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. വളരെ ഡിഫിക്കൽട്ട് ആയിട്ടൊരു കാര്യമാണ്. എന്ത് നമ്മൾ ഒരു കാര്യം ചെയ്യാനും വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചു, കാര്യങ്ങളൊക്കെ ചെയ്തു, പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടുന്നില്ല. നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടാത്ത ആ മൊമെന്റിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു പ്രോഗ്രാം ഉപയോഗിച്ച് പോകുന്നതായിരിക്കും നമ്മളുടെ ഒരു സാധാരണ രീതി എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു ഗോൾ സെറ്റ് ചെയ്തു. ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് ഞാൻ അതിനു വേണ്ടിയിട്ട് ഇന്നത് സക്സസ് ആവുന്ന രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ചിലപ്പോൾ അത് സക്സസ് ആയിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് തീരുമാനിക്കും? അയ്യോ, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. നമ്മൾ എന്ത് ചെയ്യും? അതിൽ നെഗറ്റീവ് ഇമോഷൻസും ജഡ്ജ്മെന്റ്സും ഒക്കെ കൊണ്ടുവരാൻ ശ്രമിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടെ അതിനെക്കുറിച്ച് ലോ ഓഫ് അലോയിങ്ങിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കുകയാണെങ്കിൽ, കുറച്ചും കൂടി ഡീറ്റെയിൽഡ് പറയുകയാണെങ്കിൽ നമുക്കിതിനെ 3 കാര്യങ്ങളായിട്ട് ലോ ഓഫ് അലോയിങ്ങിനെ തിരിക്കാം. 3 കാര്യങ്ങൾ, 3 കീ കമ്പോണന്റ് ആയിട്ട് തിരിക്കാം. ഏതൊക്കെയാണ് കീ കമ്പോണന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കീ കമ്പോണന്റ് എന്ന് പറയുന്നത് ആക്സെപ്റ്റൻസ് ആണ്. നമ്മുടെ ലൈഫിൽ എന്തുണ്ടാവുകയാണ്. ഇപ്പൊ ഫിറോസിന്റെ ലൈഫിൽ ഇപ്പൊ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഫിറോസിന്റെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈസ് എൻ IT പ്രൊഫഷണൽ. IT പ്രൊഫഷനാണ്. അദ്ദേഹത്തിന്റെ കറണ്ട് ജോബിൽ അദ്ദേഹം സാറ്റിസ്ഫൈഡ് അല്ല. അതുകൊണ്ട് ആകെ നെഗറ്റീവ് അടിച്ചിരിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പൊ ലൈഫിൽ കറന്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ലൈഫിൽ
കറന്റ് പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞു. എന്താണ് 3 കാര്യങ്ങളെന്ന്? ഒന്നാമത്തെ ആക്സെപ്റ്റൻസ് ആണ്. നമ്മൾ എന്ത് ചെയ്യുക? അതിനെ ആക്സെപ്റ്റ് ചെയ്യുക, അംഗീകരിക്കുക. Accepting the situations, people and outcome as they are without trying to force change. This means embracing the present moment and not resisting what happening. നമ്മളെ ചുറ്റുപാടുകളെ, നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളെ എല്ലാം നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാം നമ്മൾ അതേപോലെ ആക്സെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻസിൽ ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യാനും വേണ്ടിയിട്ട് എല്ലാ ദിവസവും ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ ചെയ്യുന്നുണ്ട്, അഫോർമേഷൻ കൊടുക്കുന്നുണ്ട്, ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എന്നിട്ടും നിങ്ങൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക? ആക്സെപ്റ്റൻസ് കൊടുക്കുക, അല്ലെങ്കിൽ അതേപോലെ സ്വീകരിക്കുക എന്നതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നോൺ ജഡ്ജ്മെന്റ്. ജഡ്ജ്മെന്റിലാവാതിരിക്കുക. അതായത് ഏതാണ് നല്ലത്, ഏതാണ് ചീത്ത എന്നൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്? തീരുമാനിക്കരുത്, അല്ലെങ്കിൽ ജഡ്ജ്മെന്റ് ആവരുത്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ, ഞാനെന്നും പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ എപ്പോഴും കണക്ട് ചെയ്യുക. ലോ ഓഫ് അട്രാക്ഷന്റെ ക്ലാസ് എപ്പോഴും നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ലൈഫിലേക്കാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇതിനു മുന്നേ ഇതെന്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്, ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ലൈഫിൽ ഇങ്ങനെ സംഭവിക്കുന്നത്, ഇതൊരു ചീത്ത കാര്യമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ടെൻഷൻ അടിച്ചിട്ടുള്ള ഒരുപാട് മൊമെന്റ് കടന്നു പോയിട്ടുണ്ടാവും. ഇന്ന് നിങ്ങൾ അതിലേക്ക് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ആ കാര്യങ്ങൾ അന്ന് നിങ്ങൾക്ക് ചീത്ത എന്ന് തോന്നിയിരുന്ന, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് തോന്നിയിരുന്ന പല കാര്യങ്ങളുമായിരിക്കും നിങ്ങളുടെ ഉയർച്ചയ്ക്ക് പിന്നീട് കാരണമായിട്ടുള്ളത്. ഇങ്ങനത്തെ ഒരു അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുള്ള ആളുകളായിരിക്കും മിക്കരും. അങ്ങനെ കടന്നു പോയ ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത്, ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യും. നിങ്ങൾ അന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവും എൻ്റെ ലൈഫിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, ഇങ്ങനെ നെഗറ്റീവായിട്ട് ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്നുള്ളത്. പക്ഷെ പിന്നീട് നിങ്ങൾ ആലോചിച്ച് നോക്കുന്ന സമയത്ത് അത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യും. രാജ്ബാൻ അല്ലെ, ബിൻസിംഗ്, ഷൈനി, ഇത് ഒരുപാട് ആളുകൾ, ഞാൻ പറയുന്നത് ഒരുപാട് ആളുകളല്ല, ഇതിലുള്ള ഓരോ ആളുകളും ഈ സിറ്റുവേഷൻസിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. നമ്മൾ അതിനെ അറിയാഞ്ഞിട്ടാണ്. ഒന്ന് നമുക്ക് ഒരുപാട് ചില സ്ഥലത്ത് നമ്മൾ പരാജയപ്പെട്ടത്, ചില സ്ഥലത്ത് ചില ആളുകൾ നമ്മൾ അവഹേളിച്ചത്, ചില സ്ഥലത്ത് നമ്മൾക്ക് ചില ആളുകൾ പാര വെച്ചത്, ചില ജോലികൾ നിങ്ങൾക്ക് കിട്ടാതായത്, ചില ബിസിനസ്സുകൾ തകർന്നത്, ചില പ്രൊജക്റ്റുകൾ പരാജയപ്പെട്ടത്. ആ പരാജയപ്പെട്ടതൊക്കെ ആയിരിക്കും ഇന്ന് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ എത്തിച്ചിരിക്കുക. എപ്പോഴും പറയാറുണ്ട്, ഇന്നലെ മിനിയാന്നോ മറ്റേ ഒരു റസാഖ് സാറിന്റെ ആ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ കണ്ടിട്ടായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിജയങ്ങൾക്ക് സുഹൃത്തുക്കൾ വേണം, വൻ വിജയങ്ങൾക്ക് ശത്രുക്കൾ വേണം. ശത്രുവായിട്ട് കാണാമെന്നതല്ല ഉദ്ദേശിക്കുന്നത്. സംഭവം എന്താണ് ഉദ്ദേശിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞത്, നമ്മളെപ്പോഴും വളർത്തുന്നത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരെ കൊണ്ട് മാത്രമല്ല നമ്മൾ വളരുന്നത്, നമ്മളെ ഹേറ്റേഴ്സിനെ കൊണ്ട് കൂടിയിട്ടാണ്. നിങ്ങളെ കളിയാക്കുന്ന, നിങ്ങളൊരു കാര്യം പറയുമ്പോൾ നിരുത്സാഹപ്പെടുത്തുന്ന ചില ആളുകൾ ഉണ്ടാവും. അവരായിരിക്കും ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വളർച്ചക്കാണ്. ദിസ് natural stance allow you to open possibilities and avoid negative emotions that can block positive energy. ഇങ്ങനെ നിങ്ങൾ നോൺ ജഡ്ജ്മെന്റൽ ആയി കഴിഞ്ഞാൽ എന്താ സുഖം, നിങ്ങളിലേക്ക് വരുന്ന നെഗറ്റീവ് ഇമോഷൻസിനെ ഒഴിവാക്കി എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളിലേക്ക് വരുന്ന പോസിറ്റീവ് എനർജിയെ ബ്ലോക്ക് ചെയ്ത് ഒഴിവാക്കാൻ പറ്റും. നെഗറ്റീവ് ഇമോഷൻസിനെ ഒഴിവാക്കാൻ പറ്റും, പോസിറ്റീവ് എനർജിനെ അട്രാക്ട് ചെയ്യാൻ പറ്റും. ഒരു സിറ്റുവേഷൻസിലൂടെ എന്ത് ചെയ്യാം, നമ്മൾ നോൺ ജഡ്ജ്മെന്റ് ആവുന്നത്. മൂന്നാമത്തെ കാര്യം ട്രസ്റ്റ് ആണ്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, trust the process, trusting that the universe is working in your favor and that things will unfold as they should. നിങ്ങളുടെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള, നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സ് ഓൾവേസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ എനർജി എന്ന് പറയുന്നത് ഹെൽപ്പ് ചെയ്യാനും വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾ വിശ്വസിക്കുന്ന സമയത്ത്, അതിൽ വിശ്വസിക്കുന്ന സമയത്താണ് സംഭവിക്കുക. ദീസ് ട്രസ്റ്റ് ഹെൽപ്പ് യു ടു റിലീസ് കൺട്രോൾ ആങ്സൈറ്റി. ഈ ഒരു ട്രസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങളുടെ ആങ്സൈറ്റി നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും, നിങ്ങൾ ഉത്കണ്ഠ ഒഴിവാക്കാൻ പറ്റും. മേക്കിംഗ് ഇറ്റ് ഈസിയർ ടു മാനിഫെസ്റ്റ് യുവർ ഡിസയർ. അപ്പൊ ഇത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് വളരെ ഈസി ആക്കി എടുക്കാൻ പറ്റും. ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയുന്ന ഒരു കാര്യം, നമ്മളുടെ എല്ലാവരുടെയും ലൈഫിൽ, ഇതിൽ കോമൺ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ലൈഫിലൊക്കെ
രണ്ട് കാര്യങ്ങൾക്കായിരിക്കും അവർ ബുദ്ധിമുട്ടുന്നുണ്ടാവുക. രണ്ടോ മൂന്നോ കാര്യങ്ങളാണ് അവർ മെയിനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുക. ഒന്നാമത്തെ കാര്യം മോസ്റ്റ് കോമൺ ആളുകൾക്ക് ഫിനാൻസ് ആയിരിക്കും. ഫിനാൻസ്. 2 റിലേഷൻഷിപ്പ് ആയിരിക്കും. 3 ഹെൽത്ത് ആയിരിക്കും. ഈ 3 കാര്യങ്ങളിലായിരിക്കും ഇതിൽ കോമൺ ആളുകൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നവർക്ക് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ 3 കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുന്ന ആളുകളാണ് ജസ്റ്റ് നിങ്ങൾ ചാറ്റ് ബോക്സിൽ യെസ് എന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, ഈ 3 കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു സ്ട്രഗ്ലിംഗ് ആയിട്ട് നിൽക്കുന്ന വെച്ചെങ്കിൽ നിങ്ങൾ യെസ് കമന്റ് ചെയ്യും, വൈ എന്ന് കമന്റ് ചെയ്യാം. ഒരാള്, 2 ആള്, 2 പേർക്കുള്ളൂ, ബാക്കിയുള്ള ആളുകൾ ഓക്കെ തോന്നും. ഓക്കെ, ഈ 3 കാര്യങ്ങൾക്കും കാരണം എന്ന് പറയുന്നത് നമ്മളുടെ ചിന്തകളിലാണ് മാറ്റം വരുത്തേണ്ടത്. പക്ഷെ നമുക്ക് എന്താ സംഭവിക്കുക വെച്ചാൽ നമ്മുടെ ചിന്തകൾ മാറ്റം വരുത്തി നമ്മൾ ഗോളൊക്കെ സെറ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് പോകും. നമ്മൾ പ്രതീക്ഷ രീതിയിൽ ആ ഒരു സംഭവം വളർന്നിട്ടില്ലെങ്കിൽ നമ്മളവിടെ ക്വിറ്റ് ചെയ്യും. ഞാൻ എൻ്റെ സ്കിയോളോ എന്ന് പറയുന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 5 വർഷമായി. 5ാം വാർഷികം ഞങ്ങൾ ആഘോഷിച്ചു കഴിഞ്ഞു. ഈ 5 വർഷം കഴിയുമ്പോഴും ഞാൻ പ്രതീക്ഷിച്ച ഒരു ഉയർച്ചയിലേക്ക് അതിപ്പോൾ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഗ്രോത്ത് ആണോ ചോദിച്ചാൽ ഗ്രോത്ത് ആണ്. പക്ഷെ ഇതിൻ്റെ ഇടയിൽ പല പല സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നുണ്ട്. അതിനിടെ പല പല ബിസിനസ്സുകൾ ഏർപ്പെടുന്നുണ്ട്, പല പല ബിസിനസ്സുകൾ പൂട്ടിയിട്ടുണ്ട്. ഈ 5 വർഷത്തിൻ്റെ ഇടയിൽ ഞാൻ തുടങ്ങിയിട്ടുള്ള ഏകദേശം 5ഓ 6ഓ കാര്യങ്ങൾ ഞാൻ കൂട്ടിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും സ്കിയോളോ എന്ന് പറയുന്ന കമ്പനി അതിൻ്റെ ഒരു ലക്ഷ്യം എന്താണോ അതിനെ ഞാൻ എന്ത് ചെയ്യും, ഡ്രൈവ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിൽ പല പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകളൊക്കെ വരും. ആ വരുന്ന സമയത്തൊക്കെ ഞാൻ വിശ്വസിക്കാറുള്ളത് ഇതെന്നെ കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതെൻ്റെ നെക്സ്റ്റ് ലെവൽ ജേണിയാണ്. ഓരോ സമയത്തും പല പ്രൊജക്റ്റുകളും തുടങ്ങി കുറച്ച് കാലം കഴിയുന്ന സമയത്ത് അത് ക്വിറ്റ് ചെയ്യല്ല ചെയ്യുന്നത്, അതിനെ കൂടെ ബെറ്റർ ആയിട്ടുള്ള പ്രൊജക്റ്റിലേക്ക് എത്തിയെന്ന് ഉറപ്പുള്ള സമയത്ത് അതിന് ഞാൻ എന്ത് ചെയ്യും, അതിന് ഞാൻ അതിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യാണ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? നമ്മൾ ഇങ്ങനെ എന്താണ്, നമ്മളപ്പോൾ ഏത് കാര്യത്തിലേക്കാണോ നമ്മൾ സൂപ്പർ ഫോക്കസ് ചെയ്യുന്ന ആ കാര്യത്തിലേക്കാണ്. അപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങളിലേക്ക് ഫോക്കസ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവും. ഓക്കെ, ഇപ്പൊ എനിക്കിപ്പോൾ ഈ ഗ്രൂപ്പിൽ മണിസാറോട് മാത്രം സംസാരിക്കാനാണ് വെച്ചെങ്കിൽ മണിസാറും ഞാൻ മാത്രമാണ് ഈ ക്ലാസ്സിലുള്ളത് വെച്ചെങ്കിൽ ഞാനും മണിസാറും തമ്മിൽ വളരെ വ്യക്തമായിട്ട് ബോണ്ട് ഉണ്ടാവുകയും ഞങ്ങൾക്ക് 2 പേർക്ക് ഏറ്റവും നല്ല രീതിയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്യും. അതെ, ഇത്രയും ആളുകളോട് ഞാൻ സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത്ര എനർജി അല്ലെങ്കിൽ അത്ര ഫോക്കസിങ് എനിക്ക് കൊടുക്കാൻ സാധിക്കില്ല. ലൈക്ക് ദാറ്റ് നമ്മളുടെ ഫോക്കസ് എവിടേക്കാണോ അവിടേക്കാണ്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ലോ ഓഫ് അലോയിങ് ഉപയോഗിക്കേണ്ടത്. നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർഗെറ്റ് അബൌട്ട് ദ റിസൾട്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക, യൂണിവേഴ്സിന് വെയിറ്റ് ചെയ്യുക, യൂണിവേഴ്സിന് ട്രസ്റ്റ് ചെയ്യുക. യൂണിവേഴ്സിന് ട്രസ്റ്റ് ചെയ്തിട്ട് ഞാൻ അതിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നുള്ളതെന്ന് വിശ്വസിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതിൻ്റെ തന്നെ കുറച്ചും കൂടെ ഒരു എക്സാമ്പിൾ വൈസ് ഞാൻ പറഞ്ഞുതരാം. എക്സാമ്പിൾ വൈസ് ഞാൻ 2-3 വീഡിയോസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ നമുക്ക് ഫിറോസിന്റെ ഇഷ്യൂ തന്നെ ഒന്ന് കൊണ്ടുവരാം. ലോ ഓഫ് അലോയിങ്ങിൽ ഫിറോസിന്റെ ഇഷ്യൂ എന്താണ്? ഫിറോസ് ഈസ് ഓഫർഡ് ജഡ്ജ്മെന്റൽ അബൌട്ട് അതേഴ്സ് കരിയർ ചോയ്സ് ആൻഡ് സക്സസ് വിച്ച് റിഫ്ലക്ട് ഹിസ് ഇന്നർ റെസിസ്റ്റൻസ് ടു അലോയിങ് അതേഴ്സ് ടു ബി ആസ് ദേ ആർ എന്നതാണ്. ഫിറോസിന്റെ ലൈഫ് കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്താണ് ഫിറോസ് അവിടെ കാണുന്ന സംഭവം? അവന്റെ ലൈഫിലേക്ക് നോക്കുമ്പോൾ ഫിറോസിന്റെ ലൈഫിലേക്ക് നോക്കുന്നത് ഫിറോസ് മറ്റൊരാളുടെ ലൈഫിനെ കമ്പയർ ചെയ്തിട്ടാണ്. ഞാൻ ഹാപ്പി അല്ല. അവന് ശരിക്കും ഫിറോസിന്റെ ജോലി എന്ന് പറഞ്ഞാൽ IT ജോലിയാണ്. ആ IT ജോലി അത്യാവശ്യം സാലറി ഉണ്ട്. അങ്ങനത്തെ ഒരു ജോലി ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. എനിക്ക് അങ്ങനത്തെ ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ, ഫിറോസിനെ പോലെ ആവാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലെ ആവാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നിങ്ങളെപ്പോലെ സംസാരിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ, നിങ്ങളെപ്പോലെ എണീറ്റ് നടക്കാൻ സാധിച്ചിരുന്നെങ്കിൽ, നിങ്ങളെപ്പോലെ ഒരു ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ, നിങ്ങളെപ്പോലെ ഒരു ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ, നിങ്ങളെപ്പോലെ കുടുംബം ഉണ്ടായിരുന്നെങ്കിൽ, നിങ്ങൾക്കുള്ളതുപോലെ വീടുണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ പല രീതിയിൽ നിങ്ങളെപ്പോലെ ആവാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ നമ്മളുടെ അനുഗ്രഹങ്ങൾ എന്ത് ചെയ്യൂല, കാണൂല. അപ്പൊ എന്താ ഫിറോസിന്റെ ലൈഫിൽ സംഭവിക്കുന്നത്? ഫിറോസ് മറ്റുള്ളവർ അവരായിട്ട് ഇരിക്കാൻ സമ്മതിക്കാതെ അവരുമായിട്ട് കമ്പാരിസണിലേക്ക് പോവാണ്, ജഡ്ജ്മെന്റിലേക്ക് പോകുന്നതുകൊണ്ട് എന്താണ്, അവനിലേക്ക് വരാനുള്ള കാര്യങ്ങളെ, അവരിലേക്ക് വരാനുള്ള ഓപ്പർച്യൂണിറ്റികൾ റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലിയർ ആവുന്നുണ്ടോ? റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താ സംഭവിക്കുക? നമ്മൾ മറ്റൊരാളായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ മിന്നു മാം ചോദിച്ചു അല്ലേ, ഇവിടെ ഒരേപോലെ ഹാൻഡ് റൈറ്റിംഗ് ഉള്ള ആരെങ്കിലും ഉണ്ടോ? നമ്മളെല്ലാവരുടെയും ഹാൻഡ് റൈറ്റിംഗ് എടുക്കുകയാണെങ്കിൽ ഡിഫറെന്റ് ആണ്. ഒരേപോലെ മൂക്കുള്ള
കണ്ണുള്ള, ഒരേ രൂപമുള്ള, ഒരേപോലെ മുടിയുള്ള ആരുമില്ല. എല്ലാവരും എന്താണ്, ഡിഫറെന്റ് ആണ്. ഇവിടെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, മറ്റൊരാളുടെ ലൈഫുമായിട്ട് നമ്മൾ എന്ത് ചെയ്യാതിരിക്കുക, കമ്പയർ ചെയ്യാൻ പോകാതിരിക്കുക. അത് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളിലേക്ക് വരാനുള്ള മാനിഫെസ്റ്റേഷൻ വരുന്നതിന് തടഞ്ഞു നിർത്തും. അലോ ചെയ്യാതെ നിങ്ങൾ അനുവദിക്കുന്നില്ല. യൂണിവേഴ്സ് നിങ്ങളിലേക്ക് തന്നിട്ടുണ്ട്, പക്ഷെ നിങ്ങളത് സ്വീകരിക്കാനും വേണ്ടിയിട്ട് അലോയും ചെയ്യുന്നില്ല, നിങ്ങൾ വരാനും വേണ്ടി അനുവദിക്കുന്നില്ല. ലക്ഷ്മി ദേവിയോ അല്ലെങ്കിൽ വേറെ വല്ല ഐശ്വര്യമോ വർക്കത്തൊക്കെ വരുമ്പം നിങ്ങളുടെ ഡോർ ഇങ്ങനെ കൊട്ടിയടക്കാണ്. എന്തുകൊണ്ടാണ് ഡോർ കൊട്ടിയെടുക്കുന്നത്? ബാക്കിയുള്ളതായിട്ട് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ അവിടെ ഗ്രാറ്റിറ്റ്യൂഡിന് പകരം നിങ്ങൾ എന്ത് ചെയ്യാണ്, കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, ജഡ്ജ്മെന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അതിന്റെ കോൺസിക്വൻസ് എന്താണ്? ഇതാണ് അതിന്റെ കോൺസിക്വൻസ്. ദീസ് റെസിസ്റ്റൻസ് ആൾസോ സ്റ്റോപ്പ് ഹിം ഫ്രം ആക്സെപ്റ്റിംഗ് ഹെൽപ്പ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ദാറ്റ് കുഡ് ലീഡ് ഹിം ടുവേർഡ്സ് ഹിസ് ഓൺ സക്സസ്. അവരുടെ സ്വന്തം ലൈഫിലേക്ക് വരാനുള്ള ഒരുപാട് സക്സസിന് ഇത് കാരണം ഇവർ തടഞ്ഞു നിർത്തുന്നില്ല. ഞാൻ ഈ അടുത്തിടെ സഞ്ജു സാംസന്റെ ഒരു വീഡിയോ കണ്ടു. ഓക്കെ, സഞ്ജു സാംസന്റെ ഒരു വീഡിയോ കണ്ട്. സഞ്ജു സാംസൺ അറിയില്ലേ? സഞ്ജു സാംസൺ ആരാരെങ്കിലും ഒന്ന് പറഞ്ഞേ. സഞ്ജു സാംസൺ അറിയുന്ന ഒരാള് ആർക്കും അറിയില്ലേ? ക്രിക്കറ്റ് പ്ലെയർ. മലയാളി ആയിട്ടുള്ള ക്രിക്കറ്റ് പ്ലെയർ ആണ് സഞ്ജു സാംസൺ എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ നീ കണ്ടു, ഞാൻ ഷെയർ ചെയ്തു, കാണിച്ചത്. അദ്ദേഹം ഈ ലോ ഓഫ് അലോയിങ് പറയുന്നുണ്ട്. അദ്ദേഹത്തിന് പക്ഷെ അത് ലോ ഓഫ് അലോയിങ് എന്ന് അറിയണമെന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ കണ്ട സമയത്ത് ഞാൻ മനസ്സിലാക്കിയൊരു സാധനമാണ് ഇത് ലോ ഓഫ് അലോയിങ് ആണ് അദ്ദേഹം പറയുന്നത്. ഷെയറിങ് കാണാൻ പറ്റുന്നുണ്ടോ? പക്ഷേ ലൈഫ് നമ്മുടെ പ്ലാൻ അനുസരിച്ച് പോകണമെന്നില്ല. സംടൈംസ് വി ഹാവ് ടു ജസ്റ്റ് അക്സെപ്റ്റ് ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. നമുക്ക് ഇനി മുന്നോട്ട് പോവാം, ഇനി പോസിറ്റീവായിട്ട് അതിനെ കണ്ട് മുന്നോട്ട് പോകാം. ഞാൻ ആ രീതിയിൽ അതിൽ സങ്കടവും. കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ഓക്കെ, ഇപ്പൊ ഓക്കെയാണ്. ഇദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഓക്കെ, ആ ചോദ്യത്തിന് ലൈഫ് നമുക്ക് പലതും ആഗ്രഹിക്കാം. നമുക്ക് ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് നാളെ അത് ചെയ്യണമെന്ന് ആഗ്രഹമായിരുന്നല്ലോ. അപ്പൊ ചിലപ്പോ ഒരു ഫുട്ബോളറായി മാറായിരുന്നു, ചിലപ്പോ ഒരു ഡൽഹി പോലീസായി മാറായിരുന്നു. അപ്പൊ ചിലപ്പോ ഞാൻ പണ്ടൊക്കെ ഇന്റർവ്യൂലൊക്കെ പറയും ഒരു IPS ആയി മാറുമായിരുന്നു എന്നൊക്കെ. അപ്പൊ കുറച്ച് വലുതായപ്പോഴാണ് മനസ്സിലായത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ലെന്ന്. അപ്പൊ ക്രിക്കറ്റ് തന്നെ കളിച്ച വലിയ സന്തോഷം. കുടുംബത്തിൽ നിന്ന് ഒരാളെന്ന് പറയുമ്പം ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളുടെ ആഗ്രഹം ഏത് ടീം ഇട്ടാലും അതിൽ ഞങ്ങളുടെ പയ്യൻ വേണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാതെ വരുമ്പോൾ ഞാൻ ഇപ്പോൾ ഒരു റീസെൻറ്റ് പോസ്റ്റ് തന്നെ ബ്രദറിനെ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു പോസ്റ്റിന്റെ ഒക്കെ പുറകിൽ ഒരു സങ്കടമാണോ അതോ ദേഷ്യമാണോ അങ്ങനെ ഓപ്പർച്യൂണിറ്റി നമുക്ക് അങ്ങനെ ലഭിക്കാതെ വരുമ്പോൾ? അത് ചോദ്യതാണ്. സഞ്ജു സാംസനെ പല സമയത്ത് നല്ലൊരു കളിക്കാരനായിട്ടും ഇന്ത്യൻ ടീം വേണ്ട രീതി പരിഗണിച്ചിട്ടില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കളിയിലേക്ക് എടുക്കാറില്ല. ഓക്കെ, അപ്പൊ അതിനെതിരെ അദ്ദേഹം തന്നെ ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ഇടാറുണ്ട്. ഓക്കെ, അദ്ദേഹത്തിന്റെ തന്നെ വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ വെച്ചിട്ട് മോട്ടിവേഷൻ രീതി പോസ്റ്റ് ഇടാറുണ്ട്. അപ്പൊ ആ പോസ്റ്റിന്റെ പുറകിലുള്ളത് സങ്കടമാണോ ദേഷ്യമാണോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ചോദ്യം കറക്റ്റ് ആയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ഒരു പോസ്റ്റ് ഇടുന്നതിന് പിന്നിൽ എന്താണ്, നിങ്ങൾക്ക് സങ്കടമാണോ ദേഷ്യമാണോ എന്നുള്ളതാണ്. അതിനുള്ള സങ്കടമല്ല അത്. ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്യാറില്ല, ഒട്ടും റിയാക്ട് ചെയ്യാറില്ല. അപ്പൊ ഞാനത് റിയാക്ട് ചെയ്തതെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് എന്നുള്ളൊരു ക്യാപ്ഷനാണ് ഇട്ടത്. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് എന്ന് പറഞ്ഞാൽ ലൈഫ് നമുക്ക് പലതും ആഗ്രഹിക്കാം. നമുക്ക് ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് നാളെ അത് ചെയ്യണമെന്ന് ആഗ്രഹിക്കാം, ഇല്ലെങ്കിൽ നാളെ അതായി മാറണമെന്ന് ആലോചിക്കാം. പക്ഷേ ലൈഫ് നമ്മുടെ പ്ലാൻ അനുസരിച്ച് പോകണമെന്നില്ല. സംടൈംസ് വി ഹാവ് ടു ജസ്റ്റ് അക്സെപ്റ്റ് ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. നമുക്ക് ഇനി മുന്നോട്ട് പോവാം, ഇനി പോസിറ്റീവായിട്ട് അതിനെ കണ്ട് മുന്നോട്ട് പോകാം. ഞാൻ ആ രീതിയിൽ അതിൽ സങ്കടവും ദേഷ്യവും അല്ല അതിന്റെ ബാക്കിൽ. അപ്പോൾ ഇത് ആദ്യമായിട്ടല്ലല്ലോ നമ്മൾ ഒരു ക്രിക്കറ്റ് ആകുമ്പോൾ, ഒരു കരിയർ ആകുമ്പോൾ, അല്ലെങ്കിൽ ബ്രോന്റെ തന്നെ കരിയർ ആകുമ്പോൾ വി വിൽ ഡെഫിനറ്റ്ലി ഗോ ത്രൂ ലോട്ട് ഓഫ് ചാലഞ്ചസ്. തീർച്ചയായിട്ടും നമുക്ക് പലതും വരും, പലതും നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കും, ട്രാക്കിൽ ഒരിക്കലും പോകുന്നില്ല. അപ്പൊ അതാണല്ലോ ഒരു ലൈഫിന്റെ ഒരു രസം എന്ന് പറയുന്നത്, ഒരു ജ്യൂസ് എന്ന് പറയുന്നത് അതാണല്ലോ. അപ്പൊ അതിലൂടെ നമ്മൾ പോകുമ്പോൾ ഒരു രസമാണ്. അപ്പൊ നമ്മൾ ഇന്ന് വിചാരിക്കുന്ന പോലെ നാളെ എല്ലാം നടന്നു തുടങ്ങിയ പിന്നെ ഒരു ബോറായി മാറൂലേ. അപ്പൊ ഒരു രസത്തിലൂടെയൊക്കെ പോകുമ്പോൾ നമ്മൾ ഇമോഷൻസ് ഉണ്ടാവും.
ഓക്കെ. സോ അവിടെ അദ്ദേഹം ഷെയർ ചെയ്തൊരു കാര്യം എന്താണ്, ഇറ്റ് ഈസ് വാട്ട് ഈസ് ഇറ്റ് ഈസ് എന്ന് പറഞ്ഞത്. എന്താണ്, നമ്മുടെ ലൈഫിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ കാര്യങ്ങൾ കടന്നു പോകണമെന്നില്ല, നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടക്കണമെന്നില്ല. നമ്മൾ ഉദ്ദേശിച്ച പോലെ ഇമോഷൻസിനെ നമ്മൾ എങ്ങനെ ഓൾട്ടർ ചെയ്യും? നമുക്ക് ദേഷ്യപ്പെടാം, ഡിസപ്പോയിന്റഡ് ആവാം, നമ്മൾ കുറ്റം പറയാം. പക്ഷെ ഞാൻ ചെറിയ പ്രായത്തില് എന്റെ മോളിൽ ഫോക്കസ് ചെയ്യാനാണ് ഇഷ്ടം. ഇപ്പോ നമ്മൾ റിസൾട്ട് ആഗ്രഹിച്ച റിസൾട്ട് വന്നില്ല, അപ്പൊ നമുക്ക് ഭയങ്കര നോർമലാണ്. നമ്മൾ അത് കാരണം എനിക്ക് വന്നില്ല, അല്ലെങ്കിൽ അയാൾ കാരണം വന്നില്ല, അല്ലെങ്കിൽ അവര് സിസ്റ്റത്തിന്, നമുക്ക് എല്ലാവരെയും പറയാം. പക്ഷെ എന്റെ ഒരു ശീലം ചെറുപ്പത്തിലെന്ന് വെച്ചാൽ എന്റെ ലൈഫിൽ എന്തെങ്കിലും എനിക്ക് നടക്കാതിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഫസ്റ്റ് ഏറ്റവും കൂടുതൽ പിൻ പോയിന്റ് എന്നെ തന്നെയാണ്. ഞാൻ എന്ത് കുറവ് ചെയ്തിട്ടാണ് എനിക്ക് അത് കിട്ടാതെ പോയത്? ഞാൻ ഒരു 100 അടിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഞാൻ 200 അടിക്കുന്നില്ല? എന്റെ ഫിറ്റ്നസ് ലെവൽ ഇതാണെങ്കിൽ എന്തുകൊണ്ട് ഞാൻ അതിനെ അപ്ഗ്രേഡ് ചെയ്യുന്നില്ല? അപ്പൊ എപ്പോഴും ഞാൻ എന്നെ തന്നെയാണ് നോക്കുന്നത്. നീ എന്തുകൊണ്ട് അത് എത്തിയില്ല, എന്തുകൊണ്ട് ഇനി നമുക്ക് എന്തൊക്കെ ബെറ്റർ ആക്കാം? അപ്പൊ ആ ഒരു ശീലം ചെറുപ്പത്തിലെ ക്രിക്കറ്റ് എന്നുള്ളൊരു സ്പോർട്സ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ ലൈഫിൽ എന്തൊരു നെഗറ്റീവ് സംഭവം ഉണ്ടായാലും നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് കണ്ട് നമ്മളെ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൺട്രോൾ എല്ലാം നമ്മുടെ കയ്യിലാണല്ലോ. അപ്പൊ എനിക്ക് എപ്പോഴും ആ ഒരു ശീലമാണ് നല്ലത്. അപ്പൊ അത് സങ്കടമോ ദേഷ്യമോ നല്ല ഉദ്ദേശിച്ചത്. അപ്പൊ അതിന്റെ കൂടെ ഞാൻ താഴെ ഇതും കൂടെ ബ്രാക്കറ്റിൽ ഇട്ടാ കൊള്ളായിരുന്നു. ഞാൻ ഇറ്റ് ഈസ് എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്തു. അപ്പൊ അത് അങ്ങനെ ഒരിക്കലും നെഗറ്റീവായിട്ടല്ല ഞാൻ ഉദ്ദേശിച്ചത്. ലൈഫ് ഹാസ് ഗിവൻ യു ദിസ്, യു ഹാവ് ടു അക്സെപ്റ്റ് ഇറ്റ് ആൻഡ് മൂവ് ഓൺ. യെസ്, എന്നിട്ട് അതിനുവേണ്ടി വർക്ക് ചെയ്യുക, കുറച്ചുകൂടെ പിന്നെ വലിയ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി കാത്തിരിക്കുക, അതിനുവേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളത്. ഉറപ്പായിട്ടും കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ നമ്മുടെ കരിയർ മുന്നോട്ട് പോകുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്നത് എല്ലാ കളിയിലും ഇറങ്ങണം, എല്ലാ കളിയിലും 100 അടിക്കണം. ഒരു ക്രിക്കറ്റ് ഒരു പ്ലെയർ എന്നുള്ള നിലയ്ക്ക് ആ ദിവസം. ഹലോ ഹലോ സർ, കേൾക്കുന്നുണ്ടോ? ഓക്കെ. വീഡിയോ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ നിന്നിട്ട് ഇതുവരെ കേട്ടിട്ടില്ല. സൗണ്ട് കേൾക്കുന്നു. ഒരു മിനിറ്റ്. ഒന്നും കൂടെ പ്ലേ ചെയ്യാട്ടോ. പിൻ പോയിന്റ് എന്നെ തന്നെയാണ്. ഞാൻ എന്ത് നമ്മൾ പോകുമ്പോൾ ഒരു Wake up Webmaster, you're online with Hostinger and you are in command. Enter our channel for ultimate control over your web. ഒരു രസമാണ്. അപ്പൊ നമ്മൾ ഇന്ന് വിചാരിക്കുന്ന പോലെ നാളെ എല്ലാം നടന്നു തുടങ്ങിയ പിന്നെ ഒരു ബോറായി മാറൂലേ? അപ്പൊ ഒരു രസത്തിലൂടെയൊക്കെ പോകുമ്പോൾ നമ്മൾ ഇമോഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇമോഷൻസിനെ നമ്മൾ എങ്ങനെ ഓൾട്ടർ ചെയ്യും? നമുക്ക് ദേഷ്യപ്പെടാം, ഡിസപ്പോയിന്റഡ് ആവാം, നമുക്ക് കുറ്റം പറയാം. പക്ഷെ ഞാൻ ചെറിയ പ്രായത്തില് എന്റെ മോളിൽ ഫോക്കസ് ചെയ്യാനാണ് ഇഷ്ടം. ഇപ്പോ നമ്മൾ റിസൾട്ട് ആഗ്രഹിച്ച റിസൾട്ട് വന്നില്ല, അപ്പൊ നമുക്ക് ഭയങ്കര നോർമലാണ്. നമ്മൾ അത് കാരണം എനിക്ക് വന്നില്ല, അല്ലെങ്കിൽ അയാൾ കാരണം വന്നില്ല, അല്ലെങ്കിൽ അവര് സിസ്റ്റത്തിന്, നമുക്ക് എല്ലാവരെയും പറയാം. പക്ഷെ എൻ്റെ ഒരു ശീലം ചെറുപ്പത്തിലെന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ എന്തെങ്കിലും എനിക്ക് നടക്കാതിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഏറ്റവും കൂടുതൽ പിൻ പോയിന്റ് എന്നെ തന്നെയാണ്. ഞാൻ എന്ത് കുറവ് ചെയ്തിട്ടാണ് എനിക്കത് കിട്ടാതെ പോയത്? ഞാൻ ഒരു 100 അടിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഞാൻ 200 അടിക്കുന്നില്ല? എൻ്റെ ഫിറ്റ്നസ് ലെവൽ ഇതാണെങ്കിൽ എന്തുകൊണ്ട് ഞാൻ അതിനെ അപ്ഗ്രേഡ് ചെയ്യുന്നില്ല? അപ്പോൾ എപ്പോഴും ഞാൻ എന്നെ തന്നെയാണ് നോക്കുന്നത്. നീ എന്തുകൊണ്ട് അത് എത്തിയില്ല, എന്തുകൊണ്ട് ഇനി നമുക്ക് എന്തൊക്കെ ബെറ്റർ ആക്കാം? അപ്പോൾ ആ ഒരു ശീലം ചെറുപ്പത്തിലെ ക്രിക്കറ്റ് എന്നുള്ളൊരു സ്പോർട്സ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ലൈഫിൽ എന്തൊരു നെഗറ്റീവ് സംഭവം ഉണ്ടായാലും നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് കണ്ട് നമ്മളെ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കൺട്രോൾ എല്ലാം നമ്മുടെ കയ്യിലാണല്ലോ. അപ്പോൾ എനിക്കെപ്പോഴും ആ ഒരു ശീലമാണ് നല്ലത്. അപ്പോൾ അത് ഒരിക്കലും സങ്കടമോ ദേഷ്യമോ നല്ല ഉദ്ദേശിച്ചത്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ താഴെ ഇതും കൂടെ ബ്രാക്കറ്റിൽ ഇട്ടാ കൊള്ളായിരുന്നു. ഞാൻ ഇറ്റ് ഈസ് എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്തു. അപ്പോൾ അത് അങ്ങനെ ഒരിക്കലും നെഗറ്റീവായിട്ടല്ല ഞാൻ ഉദ്ദേശിച്ചത്. ലൈഫ് ഹാസ് ഗിവൻ യു ദിസ്, യു ഹാവ് ടു അക്സെപ്റ്റ് ഇറ്റ് ആൻഡ് മൂവ് ഓൺ. യെസ്, എന്നിട്ട് അതിനുവേണ്ടി വർക്ക് ചെയ്യുക, കുറച്ചുകൂടെ പിന്നെ വലിയ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി കാത്തിരിക്കുക, അതിനുവേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളത്. ഉറപ്പായിട്ടും കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ നമ്മുടെ കരിയർ മുന്നോട്ട് പോകുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്നത് എല്ലാ കളിയിലും സഞ്ജു സാംസൺ ഇറങ്ങണം, എല്ലാ കളിയിലും 100 അടിക്കണം. ഒരു ക്രിക്കറ്റ് ഒരു പ്ലെയർ. ഓക്കെ, ഞാൻ ആ ഒരു വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ്. ഏകദേശം ഒരു ബേസിക് ആയിട്ട് കാര്യങ്ങൾ അവിടെ പറഞ്ഞു. എന്താണ് സഞ്ജു സാംസൺ പറഞ്ഞിരിക്കുന്ന ഈ കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്? ഇന്നത്തെ ടോപ്പിക്കുമായിട്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായിട്ടുള്ളത് ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഈ പോയിന്റ്? എനിബഡി? നമ്മൾ നമുക്കുണ്ടാകുന്ന തെറ്റുകൾ പരിഹരിച്ച് കൂടുതൽ മുന്നോട്ട് നമ്മളാണ് അതിന്റെ കാരണം എന്ന് മനസ്സിലാക്കി അതിനെ ബെറ്റർ ആക്കാൻ ശ്രമിക്കണം. യെസ്, അല്ലേ? അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്, ഞാൻ എപ്പോഴും എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടാകുന്ന സമയത്ത്, ഞാൻ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടാതിരിക്കുന്ന സമയത്ത് ഞാൻ എന്നോട് തന്നെ ചോദിക്കും, ഞാൻ എവിടെയാണ് കൂടുതൽ മെച്ചപ്പെടുത്താനുള്ളത് എന്നതാണ്. നമ്മൾ അവിടെയാണ് ഈ ലോ ഓഫ് ഫോളോയിങ് എന്ന് പറയുന്നത്. നമ്മളെന്താ ചെയ്യുക?
നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യാതെ എൻ്റെ പ്രശ്നം കൊണ്ടല്ല, എൻ്റെ ഫാമിലിന്റെ പ്രശ്നം കൊണ്ടാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രശ്നം കൊണ്ടാണ്, അവരുടെ പ്രശ്നം കൊണ്ടാണ്, ഇവരുടെ പ്രശ്നം കൊണ്ടാണ് നമ്മൾ ഒരുപാട് ജഡ്ജ്മെന്റിലാവും. നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടാത്തതിന് ഈ ലോകത്ത് ഒരേ ഒരു വ്യക്തി മാത്രമേ അതിന് കാരണമുള്ളൂ. അപ്പൊ സെയ്ഫ് അളപ്ര എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് എനിക്കതിന് റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ അതിന്റെ പൂർണ്ണമായിട്ടുള്ള റെസ്പോൺസിബിൾ പേഴ്സൺ എന്ന് പറയുന്നത് ഞാനാണ്. എൻ്റെ ടീംസോ കാര്യങ്ങളൊക്കെ അതിന്റെ ഭാഗമായിരിക്കും. അവിടെ ഞാൻ എടുത്തിട്ടുള്ള ഓരോ ഡിസിഷൻസ് ആയിരിക്കും അതിന് കാരണം. അതിൻ്റെയൊക്കെ കാരണം എന്തായിരിക്കും? ഞാനായിരിക്കും. ഞാൻ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ എൻ്റെ മോണിറ്ററിങ് സ്കില്ല് അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളിലാണ് ഞാൻ മെച്ചപ്പെടുത്തുന്നത്. അപ്പൊ ഞാൻ അവിടെ നല്ല ഡിസിഷൻ മേക്കർ ആകുമ്പോഴും, ഞാൻ കൂടുതൽ മെച്ചപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോഴും, ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് എന്താവുക, അതിന്റെ റിസൾട്ട് എക്സാക്ട് റിസൾട്ട് എനിക്ക് കിട്ടുക. എന്നതുപോലെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എപ്പോഴാണോ അലോ ചെയ്യുന്നത്, ലോ ഓഫ് അലോയിങ് ചെയ്യുന്നത്, അലോ ചെയ്യുന്നത് എന്താണ്? ഇതിൻ്റെയൊക്കെ റീസൺസ് ഞാൻ തന്നെയാണ്. ഞാൻ കൂടുതൽ മെച്ചപ്പെട്ടാൽ മതി. കാരണങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കാതെ, കാരണങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാതെ സൊല്യൂഷനിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് മാറുന്നതിനാണ് ലോ ഓഫ് അലോയിങ് എന്ന് പറയുന്നത്. അതാണ് സഞ്ജു സാംസൺ പറഞ്ഞു. ഇനി ഇത് പഠിപ്പിച്ചിരിക്കുന്ന വളരെ ഒരു കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേറെ വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ പേര് ഓഫ്ര വിൻഫ്രെ എന്നുള്ളതാണ്. ഒരു പക്ഷേ നിങ്ങൾ ഒരുപാട് ആളുകൾ ഓഫ്ര വിൻഫ്രെനെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടാവും, വായിച്ചിട്ടുണ്ടാവും, അറിഞ്ഞിട്ടുണ്ടാവും അല്ലെ? മോട്ടിവേഷൻ അല്ലെങ്കിൽ ഈ ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങളൊക്കെ എഴുതുകയും ഒരുപാട് ഇന്റർവ്യൂകളൊക്കെ ചെയ്യുകയും ചെയ്ത വ്യക്തിയാണ്. ഓഫ്ര വിൻഫ്രെയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവരുടെ ലൈഫ് സ്റ്റോറി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവര് വളരെ സാധാരണ കുടുംബത്തിലാണ് ജനിച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല 9ാമത്തെ വയസ്സിൽ ഇവര് സെക്ഷലി റാപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ 9ാമത്തെ വയസ്സിൽ റാപ്പ് ചെയ്യപ്പെട്ട് ഇവരുടെ ലൈഫിൽ സംഭവിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ അതിൽ കുടുങ്ങി കിടക്കുകയായിരുന്നു. ഇവരുടെ അച്ഛനും അമ്മയും സെപ്പറേറ്റ് ആയിരുന്നു. ഇവരുടെ 13-14 വയസ്സിൽ ഇവരുടെ അച്ഛൻ്റെ അടുത്തേക്ക് ഇവർ മാറുകയാണ്. ഈ അച്ഛൻ്റെ അടുത്തേക്ക് മാറുന്നതിന് ശേഷം അച്ഛൻ നൽകുന്ന സപ്പോർട്ടിൽ നിന്ന് ഓഫ്ര വിൻഫ്രെ ഇന്ന് അറിയപ്പെടുന്ന, നിങ്ങൾക്ക് യൂട്യൂബ് കഴിഞ്ഞാൽ ലോകം തന്നെ അറിയപ്പെടുന്ന ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ലേഡിയാണ് ഇവർ. അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്ത 100 സ്ത്രീകൾ എടുക്കുകയാണെങ്കിൽ ഒരു പേര് ഓഫ്ര വിൻഫ്രെയുടെ വരുന്നുണ്ട്. അപ്പൊ അത്രയും ഇൻഫ്ലുവൻസിംഗ് ആയിട്ടുള്ള പേഴ്സൺ ആയിട്ട് മാറിയിരിക്കുന്നതിൻ്റെ ഇടയിൽ ഓഫ്ര വിൻഫ്രെ പറയുന്നുണ്ട് ഈ ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷൻ, ഈ ലോ ഓഫ് ആക്സെപ്റ്റൻസ് ഒക്കെ ഇവർ ഒരുപാട് സഹായിക്കും. It doesn't mean that for every person that writes the $10 million check that's going to happen for you, because so many times people who do that process live in the space of wanting and resisting it instead of writing it, visualizing it, seeing it for yourself, and then letting it go. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യുന്നുണ്ട്, അഫർമേഷൻ ചെയ്യുന്നുണ്ട്, ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാനുള്ള വർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ മുന്നോട്ട് പോയി ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ വിട്ടേക്കുക. നമ്മളൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യാനും വേണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു കാര്യം ആഗ്രഹം ഉണ്ടെങ്കിൽ, നിങ്ങൾ അതിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, അതിനെക്കുറിച്ച് മറക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ലെറ്റ് ഇറ്റ് ഗോ. നമ്മളെ പണി എന്താണോ അത് ചെയ്ത് പോയിക്കൊണ്ടേ ഇരിക്കുക. എന്ത് ചെയ്യും, ഒരു സമയമാകുമ്പോൾ നിങ്ങളിലേക്ക് അത് എത്തുക തന്നെ ചെയ്യുന്നതാണ്. വേറെ ഒന്നും കൂടെ പറയുന്നുണ്ട്. I don't vision board anymore because I am a powerful manifester, and I know how to do it without physically putting it on a board. Want to know how to do it? Absolutely. You have to meet the vibration. You can't be above or below it. It's just what I was talking about, negative energy, positive energy. In order to draw the thing to you that you want to come, you can't want it so much that you fear that you won't get it. You have to want it. So in order for me to be on your vision board, you must have put it there and then you let it go. Yes. And then you weren't thinking about it every day because you can't, it doesn't come to you that way. You have to do it, and then you have to put it, and then you have to meet that vibration. You have to prepare yourself to be there and ready when it shows up. അവിടെയും പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് സെയിം തിങ്സ് തന്നെയാണ്. നമുക്ക് വിഷൻ ബോർഡ്സും കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെയൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങളുടെ ഗോൾ എന്താണോ അതിനു വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. ഏതുവരെ ആ റിസൾട്ട് നിങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് വരെ, അതുവരെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ അലോ ചെയ്ത് റെസിസ്റ്റ് ചെയ്യരുത്. ഞാനത് ചെയ്തിട്ട് കിട്ടിയില്ലല്ലോ, ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് കിട്ടിയില്ലല്ലോ, അവർ കാരണം കിട്ടിയില്ലല്ലോ, മറ്റൊരു കാരണം കിട്ടിയില്ലല്ലോ, നിങ്ങൾ എന്ത് ചെയ്യുക, റെസിസ്റ്റ് ചെയ്യരുത്. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തുമ്പോഴോ നിങ്ങൾ യൂണിവേഴ്സിൽ തന്നെയാണ് കുറ്റപ്പെടുത്തുന്നത്. നിങ്ങൾ അതിന് ട്രസ്റ്റ് നഷ്ടപ്പെടുകയാണ്. അപ്പൊ നിങ്ങൾ വിഷൻ ബോർഡ് സെറ്റ് ചെയ്തു, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത്, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതൊരു മാജിക് പിൽസ് ഒന്നുമല്ല. ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഈ ലോകം മാറ്റിമറിക്കാൻ പറ്റുന്ന സംഭവം ഒന്നുമല്ല ലോ ഓഫ് അട്രാക്ഷൻ. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ സയന്റിഫിക് ആയിട്ടൊരു കാര്യമാണ്. ആ സയന്റിഫിക് ആയിട്ട് കാര്യം പറഞ്ഞു തരുന്ന ഒരൊറ്റ കാര്യമുള്ളൂ,
നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് ചെയ്യുന്നതിന്റെ കൂടെ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുക. എന്താ വിശ്വസിക്കേണ്ടത്? ഞാൻ ചെയ്യുന്ന ഹാർഡ് വർക്കിന് എനിക്ക് റിസൾട്ട് കിട്ടുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ലോ ഓഫ് അലോയിങ് പറയുന്നത് നിങ്ങളിലേക്ക് വരുന്ന കാര്യങ്ങൾ നിങ്ങൾ റെസിസ്റ്റ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആളുകളെ കമ്പയർ ചെയ്തുകൊണ്ടോ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഇമോഷണലി നിങ്ങൾ നെഗറ്റീവ് ആവാതിരിക്കുക. പോസിറ്റീവായുള്ള ചിന്താഗതികളും പോസിറ്റീവായുള്ള കാര്യങ്ങളും വെച്ചിട്ട് എന്ത് ചെയ്യുക, മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. ഇതാണ് ലോ ഓഫ് അലോയിങ് എന്ന് പറയുന്നത്. സോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ ലൈഫിൽ പല പ്രതിസന്ധികൾ വരും, പ്രയാസങ്ങൾ വരും, എല്ലാം വരും. അത് ഉണ്ടാവരുത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. എൻ്റെ ലൈഫിൽ പ്രശ്നം ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കരുത്. നിങ്ങൾ ആകെ ചിന്തിക്കേണ്ടത് എൻ്റെ ലൈഫിൽ പ്രശ്നങ്ങളല്ല, പല പല ചലഞ്ചസ് വരും. ആ ചലഞ്ചസിനൊക്കെ ഓവർകം ചെയ്യുന്നതിനുള്ള കപ്പാസിറ്റി, ആ ചലഞ്ചസിനെ ഓവർകം ചെയ്യുന്നതിനുള്ള ശക്തി എന്നിലുണ്ട്. ആ ശക്തി കൂട്ടിത്തരുന്നതിന് വേണ്ടി നിങ്ങൾ യൂണിവേഴ്സിനോട് എന്ത് ചെയ്യുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ മെച്ചപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ മനസ്സിലാക്കേണ്ടത്, മെച്ചപ്പെടണമെങ്കിൽ കൂടുതൽ കൂടുതൽ ചലഞ്ചസിലൂടെ നിങ്ങൾ കടന്നു പോകണം. കൂടുതൽ കൂടുതൽ ചലഞ്ചസിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത്, പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുക, ഡെവലപ്പ് ആവുക. അങ്ങനെ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചലഞ്ചസ് വരുമ്പോൾ അതിനെ പുഞ്ചിരിച്ചുകൊണ്ട് സ്വീകരിക്കാനും നേരിടാനും കൂടുതൽ കൂടുതൽ മെച്ചപ്പെടാനും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ആൾ. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ ഇന്നത്തെ സെഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുള്ള നോട്ട്സോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ സംസാരിക്കാൻ വരുന്നവരിനെ ഹാൻഡ് റൈസ് ചെയ്യാം. ഓക്കെ, ഹലോ. മാജിക് മോർണിംഗ്. ഓക്കെ, മാജിക് മോർണിംഗ് സർ. ഇന്നൊരു സന്ദേശമായിരുന്നു ഇന്നത്തെ ക്ലാസ്. പ്രതിസന്ധി ഘട്ടം. ഞാൻ ഇന്നലെ ഒരു ചെറിയ ഇംഗ്ലീഷ് വീഡിയോ കാണാൻ സാധ്യത, ചെറിയ വീഡിയോ. ആ ഫിലിമില് ഒരു അച്ഛനും മകനാണ്. മകനിങ്ങനെ ഒരു ബെഡിൽ കിടന്നുകൊണ്ടിരിക്കുക. പുറത്തു പോകാൻ പറഞ്ഞിട്ട് മകനെ അടക്കി തന്നെ കഴിക്കുക, പോയി പുറത്തു പോകാൻ. അപ്പൊ അച്ഛൻ വന്നിട്ട് പറയും ഹായ് മോൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഇംഗ്ലീഷിലൊക്കെ കുറെ വാക്കുകളൊക്കെ പറഞ്ഞിട്ട് കൈ പിടിച്ചിട്ട് നടത്തി പുറത്തേക്ക് പോകും. നല്ലൊരു സുഹൃത്തുക്കളായിട്ട് ഇങ്ങനെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ആ പോകുന്ന വഴിയില് റോഡിനെന്തോ വർക്ക് നടക്കുന്നുണ്ട്. ആ വർക്ക് നടന്നുകൊണ്ട് ആളെ കാറ് കൊണ്ട് കെട്ടിയിട്ടുണ്ട്. കാറ് കൊണ്ട് ഇങ്ങനെ ഒരു വേലി കെട്ട്. അപ്പൊ അത് എടുത്ത് കിടക്കാവുന്ന അത്ര ഉണ്ടോ. അച്ഛൻ എന്ത് ചെയ്യും, അതിന്റെ മുകളിലൂടെ കാലെടുത്ത് വെച്ചിട്ട് അച്ഛൻ എന്ത് ചെയ്യും, മകനെ കിടക്കാൻ കഴിയും. അങ്ങനെ ചെറിയ കുട്ടിയാണ്. അപ്പൊ കുട്ടി പറയും എന്നെ രക്ഷിക്കൂ, എന്നെ അങ്ങോട്ട് കിടക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ മൈൻഡ് ചെയ്യാതെ അവിടെ പോയിട്ട് ഒരു ഇരിപ്പിടത്തിലാണ് ഇട്ടിട്ട് കൈ കെട്ടിട്ടാണ് വളരെ ശ്രമിച്ച് പിന്നെ ഓരോരോ കയറുകൾ എടുത്തെടുത്തിട്ടാണ് ആ കുട്ടി അച്ഛൻ്റെ അടുത്തേക്ക് ഓടിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നിയതാണ് നമ്മുടെ വിജയത്തിനൊരു സുഹൃത്തുക്കൾ എന്നാൽ വൻ വിജയത്തിന് ശത്രുക്കൾ ഉണ്ടായത് വിജയിക്കാൻ കഴിയുന്നു. നമ്മളെ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ വരുമ്പോൾ ഇനി എന്ത്, എന്നെ രക്ഷിക്കാൻ ആരുമില്ല, ഇനി എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്കൊരു വൈത്തിരിവുണ്ടാകും. എന്നാലും താങ്ക് യു സാർ. താങ്ക് യു റസാഖ് സർ. താങ്ക് യു റസാഖ് സർ, താങ്ക് യു സോ മച്ച്. ദെൻ നെക്സ്റ്റ്, അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ സെഷനിൽ കിട്ടിയിട്ടുള്ള നോട്ട്സോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. അതോടൊപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാം. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാമോ, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഹായ്, മാജിക് മോർണിംഗ്. ഇന്നത്തെ ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു. എനിക്ക് ഇന്നത്തെ ക്ലാസ് ഒന്ന് മനസ്സിലായത്, നമ്മൾ എങ്ങനെ ആവണം എന്നുള്ളത് നമ്മൾ തന്നെയാണ് തീരുമാനിക്കുക. നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താണ്ട് നമ്മൾ സ്വയം ചിന്തിക്കുക, നമ്മൾ എങ്ങനെ ആവണം, നമുക്ക് എന്തൊക്കെ വേണം, നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെയാണ് കാരണക്കാരെന്നാണ് എനിക്കിതൊന്ന് മനസ്സിലായിട്ടുള്ള ഒരു പോയിന്റ് പറയുന്നത്. ഓക്കെ സാറേ, നല്ല ക്ലാസ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു. ഇതിലൊരു പുതിയ മെമ്പറെ കാണാണ്ടല്ലോ മോളെ, ഒരു രമണി പറഞ്ഞിട്ട് അവരോടൊന്ന് സംസാരിക്കാൻ പറയൂ. ഓക്കെ, അപ്പൊ ഇന്നത്തെ സെഷനിൽ നമുക്ക് ഒരുപാട് പുതിയ മെമ്പേഴ്സ് വന്നിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ ഒന്ന് അൺമ്യൂട്ട് സംസാരിക്കാം. രമണി മാം, ജിഷ മാം, ഇവർക്കൊന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാവോ? ഫാസിൽ, ഹലോ. ഓക്കെ, അപ്പോ നമുക്ക് എന്തായാലും ടൈം ആയിട്ടുണ്ട്, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം.
അപ്പോൾ ഇതിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്ന് സെഷൻ എടുക്കുന്ന സേഫ് സാറിനും താങ്ക് യു. ദെൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്കോ കാര്യങ്ങളൊക്കെ അറിയിക്കുന്നെങ്കിൽ നമ്മുടെ ഗ്രൂപ്പുകളിലോ അറിയിക്കാം. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച് ടു. താങ്ക് യു സേഫ്. Thank you, Thank you all. sir. Thank you all. താങ്ക് യു സാർ, താങ്ക് യു. Thank you, sir.